യു എയിൽ ഇ ഇൻവോയ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ റിയാലിറ്റി? ആക്ച്വലി ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. 50 മില്യൺ ടേൺ ഓവറിന് മേലെ വരുന്ന ആസസി ജനുവരി 2027 മുതൽ അവരെ ഇൻവോയ്സിങ് ഇ ഇൻവോയ്സ് ആയിരിക്കണം. അവർ ഓൺലൈനായിട്ട് ആ ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സോ അതിൻ്റെ ASP, അതായത് നമ്മൾ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് ഒരു ഇൻ്റർമീഡിയറി ആവശ്യമാണ്. ആ ASPനെ അപ്പോയിന്റ് ചെയ്യുന്നത് 6 മന്ത് ബിഫോർ ആയിരിക്കണം എന്നാണ്. അപ്പോൾ 50 മില്യൺ ടേൺ ഓവർ മേലെ വരുന്ന ആളുകൾ 30th ജൂൺ 2026 ASPനെ അപ്പോയിന്റ് ചെയ്യണമായിരുന്നു. ആ ഡേറ്റ് നിലവിൽ എന്തായിട്ടുണ്ട്? 30th ഒക്ടോബറിലേക്ക് മാറ്റി. അവിടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡേറ്റിൽ യാതൊരു ചേഞ്ചും ഇല്ല. ജൂലൈ 1 2026 മുതൽ വളണ്ടറിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. സോ 50 മില്യൺ ടേൺ ഓവറിന് മേലെ വരുന്ന ആളുകൾ 2027 ജാനുവരി 1 മുതൽ ഈ ഇൻവോയ്സ് ചെയ്ത് തുടങ്ങും. 50 മില്യണിൻ്റെ താഴെ വരുന്ന എല്ലാ ടാക്സ് പേയേഴ്സും ജൂലൈ 1 2027 മുതൽ അവർ ഈ ഇൻവോയ്സിങ് ലൈവ് ചെയ്യണം. അപ്പോൾ അവരെ ASP അപ്പോയിൻമെൻറ്റ് ഡേറ്റ് റിമെയിൻസ് ജാനുവരി 1 2027 തന്നെയാണ്. സോ ഈ രീതിയിൽ ആ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ടൈം നമുക്കിത് റെഡിയാക്കാന്നുള്ള രൂപത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മുടെ UAE ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓൾറെഡി VAT വന്നു, കോർപ്പറേറ്റ് ടാക്സ് വന്നു. ഇനി എങ്ങനെയാണ് ടാക്സ് ഒമിഷൻ വരിക, അതിൻ്റെ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇ ഇൻവോയ്സിങ് സിസ്റ്റം കൊണ്ടുവരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? ഇനി പെട്ടെന്ന് ചെയ്യേണ്ടത് നിങ്ങളെ സിസ്റ്റം എത്രത്തോളം ഇ ഇൻവോയ്സ് റെഡിയാണെന്ന് നോക്കുക. നമ്മുടെ ERPയിൽ ഈ ഇൻവോയ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഇൻവോയ്സിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരിക, നമ്മുടെ ടീം ഇതിനെക്കുറിച്ച് അവെയർ ആണോ? അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഇൻവോയ്സ് റെഡിയാക്കി നിങ്ങളെ എൻറ്റിറ്റിനെ മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ടാക്സ് കംപ്ലയൻസ് എന്തെങ്കിലും ലിറ്റിഗേഷൻസ് ഒക്കെ പെൻഡിങ് ഉണ്ടോ, ഇനി അതൊന്നും വരാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ കംപ്ലൈ ചെയ്യാം എന്നുള്ളതായിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ ആലോചന. സോ ഏറ്റവും ലാസ്റ്റ് ടൈമിലേക്ക് പോകരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എൻറ്റിറ്റി ഒരു ഇ ഇൻവോയ്സ് റെഡി എൻറ്റിറ്റി ആക്കി മാറ്റുക. ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.